അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്തഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനു സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലൻ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ് ഫഇന്നമാ യഷ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് പലപ്പോഴും അറിവിൻ്റെ അഭാവം കൊണ്ടല്ല, അറിവ് പ്രയോഗിക്കുന്ന രംഗത്ത് വേണ്ട രീതിയിൽ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലും പ്രായോഗികമായ സമീപനങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏതൊരു കാര്യവും ചെയ്യേണ്ട സമയത്തും സന്ദർഭത്തിലും അതിൻ്റെ തോതനുസരിച്ചും അളവനുസരിച്ചും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. നന്മയിലൂടെ നാം സമാഹരിച്ച നമ്മുടെ ഗുണഫലങ്ങൾ, പ്രതിഫലങ്ങൾ തെറ്റായ നമ്മുടെ ഇടപെടലുകളിലൂടെ പെട്ടെന്ന് ചോർന്നു പോകുന്നതാണ്. പരലോക വിചാരണയിൽ പരാജയപ്പെട്ടു പോകുന്ന ചിലരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നുണ്ട്. അവരുടെ പക്കൽ നന്മയില്ലാത്തത് കൊണ്ടല്ല, നന്മകൾ എമ്പാടും ഉണ്ടായിരുന്നു. ശരിയായ രീതിയിൽ ആളുകളുമായി ഇടപെടാത്തത് കൊണ്ട് ആ നന്മയുടെ പ്രതിഫലങ്ങളൊക്കെയും ചോർന്നുപോയി നഷ്ടകാരികളായി ആളുകൾ മാറി എന്നതാണ്. ഒരു മനുഷ്യൻ്റെ പ്രായോഗിക രംഗത്തുള്ള കൃത്യമായ ഇടപെടലുകൾ അവൻ്റെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ സ്ഥാനം ഉയർത്തുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളിൽ ഉൾപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഇടപെടലുകൾ ക്രമീകരിക്കുക എന്നതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഞാൻ ആമുഖമായി ഓതിവച്ച വചനം ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറ ലുഖ്മാനിലെ 12-ാമത്തെ വചനമാണ്. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത. ലുഖ്മാന് നാം ഹിക്മത്ത് നൽകുകയുണ്ടായി. അനിഷ്കുർ ലില്ലാഹ്, നീ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. ഫഇന്നമാ യഷ്കുറു ലിനഫ്സി, അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നത് ആരാണോ നന്ദി കാണിക്കുന്നത് അവൻ അവൻ്റെ ഗുണത്തിന് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. വമൻ കഫറ, ഇനി ആരെങ്കിലും നന്ദികേട് കാണിക്കുകയാണ് എങ്കിൽ, നിഷേധിക്കുകയാണ് എങ്കിൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, തീർച്ചയായും അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാകുന്നു. കാര്യമായ ഒരു വ്യാഖ്യാനത്തിനും ഇടയില്ലാത്ത വണ്ണം
വളരെ വ്യക്തമായി അള്ളാഹു ആ വചനത്തിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലുക്മാൻ അലൈഹിസ്സലാം ആരാണ്? മുഫസ്സിറുകളുടെ ഇടയിൽ രണ്ടഭിപ്രായങ്ങൾ പറയുന്നത്. ഒന്ന്, അദ്ദേഹം നബിയാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. വേറെ ചിലർ പറഞ്ഞത് അദ്ദേഹം സദ്വൃത്തരിൽപ്പെട്ട ഒരാളാണ് എന്നതാണ്. എന്തുമായിക്കൊള്ളട്ടെ, ഖുർആൻ ഒരു സത്പുരുഷനായി അദ്ദേഹത്തെ എടുത്തു കാണിക്കുന്നു. ഖുർആനിലൊരു അധ്യായത്തിൻ്റെ പേര് തന്നെ അദ്ദേഹത്തിന് നൽകി. 10ഓളം ഉപദേശങ്ങൾ തൻ്റെ മകന് നൽകിക്കൊണ്ട് ആ ഉപദേശങ്ങൾ അടങ്ങിയത് കൊണ്ടാണ് അധ്യായത്തിന് ലുക്മാൻ എന്നുള്ള പേര് വന്നത്. അതിൽ സവിശേഷമായിട്ടുള്ളൊരു വചനമാണ് നമ്മൾ കേട്ടത്. അതിൽ പ്രത്യേകമായി അള്ളാഹു പറഞ്ഞത് ലുക്മാന് നാം ഹിക്മത്ത് നൽകി എന്നതാണ്. ഹിക്മത്ത് അറിവ് എന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള അറിവിൽ നിന്ന് ഉദ്ഭൂതമാകേണ്ടുന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഹിക്മത്ത് എന്ന് പറയുന്നത്. അറിവിലൂടെ നമുക്ക് ലഭിക്കേണ്ട പ്രായോഗികമായ സമീപനം. അറിവുണ്ട്, അതെങ്ങനെ പ്രയോഗിക്കണം എന്നറിഞ്ഞില്ല എങ്കിൽ ഉണ്ടാകുന്ന ദുരന്തം. അതിനൊരു പരിഹാരമാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഏറെ അറിവുള്ള ആളുകളും ഹിക്മത്തിൻ്റെ അഭാവത്തിൽ നേരെ വിപരീതമായ ഗുണഫലത്തിലേക്ക് എത്തിപ്പെടാറുണ്ട്. അറിവിൻ്റെ പ്രയോജനം ലഭിക്കാതെ ആയി പോകുന്ന ആളുകളുണ്ട്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം തൊബരി, പുരാതന തഫ്സീറുകളിൽപ്പെട്ട തഫ്സീറുൽ തൊബരിയിൽ ഹിക്മത്തിനെ പറയുന്നത് ഇങ്ങനെയാണ്: അൽ ഫിഖ്ഹു വൽ അഖ്ലു വൽ ഇസാബത്തി ഫിൽ ഖൗലി മിൻ ഗൈരിൽ നുബുവ്വ. വഹയ്യ് കൂടാതെ തന്നെ സംസാരത്തിലും ഇടപെടലിലും യുക്തിയും കൃത്യതയും നൽകി അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നതാണ്. ഇപ്പോൾ വഹയ്യ് കൊടുക്കാതെ, ഒരു പ്രവാചകനായി തിരഞ്ഞെടുക്കാതെ തന്നെ തൻ്റെ സംസാരത്തിലും ഇടപെടലിലൊക്കെയും ഒരു കൃത്യതയും അതേപോലെ തന്നെ യുക്തിയും അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു. അപ്പോൾ ആ ഒരു സമീപനം നമ്മിലുണ്ടാകണമെന്നതാണ് പറഞ്ഞു വരുന്നത്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയിൽ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 129-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ വായിക്കാം: റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വബിഅസ് ഫീഹിം റസൂല, അവരിലേക്ക്, എൻ്റെ പിൻകാലക്കാരായ സമൂഹത്തിലേക്ക് നീ പ്രവാചകന്മാരെ നിയോഗിക്കണമേ. യത്ലു അലൈഹിം ആയാത്തിക്ക, നിന്റെ വചനങ്ങൾ അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുന്ന, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, വേദവും ഹിക്മത്തും അവരെ പഠിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിയോഗിക്കണമേ. വയുസക്കീഹിം, അതുവഴിയായി അവരെ നീ സംസ്കരിക്കുകയും ചെയ്യണമേ. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നീ പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പിൻകാലത്ത് വരുന്ന സമൂഹത്തിൽ തൻ്റെ അനുയായികളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഹിക്മത്തോടുകൂടി പ്രായോഗിക രംഗത്ത്, പ്രവർത്തന രംഗത്ത് നിലകൊള്ളുന്ന സമൂഹം ഇവിടെ ഉണ്ടാകണമെന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥനയിൽ കാണാവുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാം ആ നാട്ടിലെ ശത്രുവായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ പ്രതിയോഗിയായ ജാലൂത്തിനെ പരാജയപ്പെടുത്തി വരുന്ന സന്ദർഭം ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് അള്ളാഹു പറയുന്നത് ഫഹസമൂഹും ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവരെ അദ്ദേഹം പരാജയപ്പെടുത്തുണ്ടായി. വഖതല ദാവൂദ ജാലൂത്ത, അതേപോലെ തന്നെ ജാലൂത്തിനെ ദാവൂദ് അലൈഹിസ്സലാം വധിക്കുകയും ചെയ്തു. ഫഅതാഹുല്ലാഹുൽ മുൽക, അള്ളാഹു അദ്ദേഹത്തിന് ആധിപത്യം നൽകി. വൽ ഹിക്മത്ത, ആധിപത്യം മാത്രമല്ല ഹിക്മത്തും നൽകി. വഅല്ലമഹു മിമ്മാ യശാ, അതല്ലാത്തത് അള്ളാഹു ഉദ്ദേശിച്ച കുറേ വിജ്ഞാനങ്ങൾ വേറെയും നൽകി. അപ്പം അവിടെയൊക്കെ നമ്മൾ പ്രത്യേകമായി കാണുന്നൊരു പദമാണ് ഹിക്മത്ത് എന്നുള്ളത്. ഇനി ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ തന്നെ 265-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്: യുഅ്തിൽ ഹിക്മത മൻ യശാ, ആർക്കാണോ അള്ളാഹു ഹിക്മത്ത് നൽകുന്നത്, വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ആ ഹിക്മത്ത് നൽകപ്പെട്ടവന് ധാരാളം നന്മകൾ അതുവഴിയായി അള്ളാഹു പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയും വിശദീകരണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഹിക്മത്തിനുള്ള പ്രാധാന്യമാണ്. വേദത്തിൽ അല്ലെങ്കിൽ മുൻകാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ
പ്രാർത്ഥനകളിലൊക്കെയും ഈ ഹിക്മത്ത് വരുന്നുണ്ട്. പ്രബോധകരായ ആളുകൾ പ്രബോധിത സമൂഹത്തെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണമെന്ന് പറയുന്നത് അതിലും ഹിക്മത്തുണ്ടാകണമെന്നത് അള്ളാഹു കൃത്യമായി പറയുന്നുണ്ട്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. സതുപദേശം മാത്രം പോരാ, ഹിക്മത്തോടു കൂടിയായിരിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത്. സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രായോഗിക രംഗത്ത് ഉപകാരപ്രദമാകുന്ന രീതിയിലാകണം ഉപദേശങ്ങൾ പോലും. അതല്ല എങ്കിൽ ആ ഉപദേശങ്ങളൊക്കെ അനർത്ഥമാകുമെന്നതാണ്. എന്നാൽ ഹിക്മത്തിന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചു വരുന്ന തെറ്റായ ചില അർത്ഥങ്ങളുണ്ട്. ഒരാൾ ഗൾഫിലൊക്കെ പോയി കാര്യമായ പുരോഗതിയൊന്നുമില്ലാതെ വരികയാണ് എങ്കിൽ നമ്മൾ പറയും ഒരു ഹിക്മത്തില്ലാത്തവനായിപ്പോയി അവൻ എന്നുള്ളത്. പെട്ടെന്ന് ഒരാൾ കോടീശ്വരനായാൽ നമ്മൾ പറയും നല്ല ഹിക്മത്തുള്ളവനാണ് അവിടെന്ന് പറയും. അത് തന്ത്രമായും കുതന്ത്രമായിട്ടുമൊക്കെ നമ്മൾ വ്യവഹരിക്കുന്നതിൽ വരുന്ന വീഴ്ചകളാണ് അതൊക്കെയും. ഇസ്ലാമിലെ ഹിക്മത്ത് എന്ന് പറയുന്നത് തെറ്റായ രീതിയിലുള്ള ഇടപെടലുകളോ കുതന്ത്രങ്ങളോ ആരെയെങ്കിലും അലർത്തിയടിക്കലോ അല്ല. അവിടെയൊക്കെയും അറിവിനെ പ്രായോഗിക രംഗത്ത് കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിക വചനങ്ങൾ വഹി ലഭിച്ചത് അങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞു തരികയല്ലായിരുന്നു. ആ വഹി അനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്നത് പ്രവാചകൻ കൃത്യമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയായിരുന്നു, ജീവിച്ചു കാണിക്കുകയായിരുന്നു. അത് ഹിക്മത്തിൻ്റെ ഏറ്റവും നല്ലൊരു രീതിശാസ്ത്രമാണ് പ്രവാചക മാതൃക എന്ന് പറയുന്നത്. അൽ ഹിക്മത്ത്, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ലാലത്തുൽ മുഅ്മിൻ, വിശ്വാസിയിൽ നിന്ന് വീണുപോയിട്ടുള്ളതാണ്. അതുകൊണ്ട് എവിടെയാണോ അവനതിനെ കാണുന്നത് വജദഹ ഫഹുവ അഹക്കു ബിഹ, എവിടത് കണ്ടാലും എന്താണ് ഹിക്മത്തിൻ്റെതായ ശരിയായ രീതിശാസ്ത്രം എന്ന് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് പോകൽ അവൻ്റെ മേൽ ബാധ്യതയാണ് എന്നുള്ളതാണ്. അപ്പോൾ വിവേകപൂർണമായിട്ടുള്ള ഒരു സമീപനമാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറ മാഇദയിലെ 8-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, കൂനു കവ്വാമീന, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നിലക്കൊള്ളുക, ശുഹദാ ബിൽ ഖിസ്തി, അതേപോലെ നീതിക്ക് നിങ്ങൾ സാക്ഷികളാവുകയും ചെയ്യുക. അള്ളാഹുവിന് വേണ്ടി നിലക്കൊണ്ട് നീതിക്ക് നിങ്ങൾ സാക്ഷികളാകണം, ഏത് സാഹചര്യത്തിലും സന്ദർഭത്തിലും. വലാ യജിരിമന്നക്കും ശനആനു ഖൗമിൻ, ഒരു ജനതയോടുള്ള നിങ്ങളുടെ ഈർഷ്യത അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ, നീതിയോടുകൂടി നിങ്ങൾ അവരോട് പ്രതികരിക്കുക. അതാണ് തഖ്വയോട്, സൂക്ഷ്മതയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത്. നമ്മളോട് വൈരാഗ്യമുള്ള ആളുകളോട് തിരിച്ചങ്ങോട്ടും വൈരാഗ്യം തോന്നുക എന്നത് സ്വാഭാവികമാണ്, അതിന് വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ല. പക്ഷേ ആ തോന്നൽ അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഇതെപ്പോഴാണ് പറയുന്നത്? പ്രവാചകനെയും അനുചരരെയും മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞ ആളുകളോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്നിടത്താണ് ഈ ആയത്ത് അവതരിക്കപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഗൗരവം മനസ്സിലായി. നമ്മൾ പലപ്പോഴും മാതാപിതാക്കളോട് കരുണ കാണിക്കണമെന്ന് അറിയാവുന്നവരാണ് നമ്മൾ. അവർക്ക് വേണ്ട ഹിദ്മത്തുകൾ ചെയ്തു കൊടുക്കണമെന്ന് പഠിച്ചവരാണ് നമ്മൾ. ആ ഹിദ്മത്ത് തന്നെയും ഇഹ്സാനോടുകൂടി ആകണം എന്നറിയാവുന്നവരുമാണ് നമ്മൾ. പക്ഷെ ചിലരെങ്കിലും പറയാറുണ്ട്, എൻ്റെ വാപ്പയും ഉമ്മയും ഒന്നും എന്നെ വേണ്ട പോലെ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ട യാതൊരു സംഗതികളും അവരിൽ നിന്നുണ്ടായിട്ടില്ല, അതുകൊണ്ട് തിരിച്ചങ്ങോട്ടും അതേപോലെ തന്നെ ആവട്ടെ എന്ന സമീപനമുണ്ട്. അതേപോലെ തന്നെ മാതാപിതാക്കൾക്കുമുണ്ട്. മക്കളിൽ നമ്മളോട് കൂടുതൽ ഇഷ്ടവും പിരിശവും കാണിച്ച ആളുകളോട് കൂടുതൽ ഇഷ്ടവും അവൾക്ക് കൂടുതൽ പരിഗണനയും കൊടുക്കാറുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമില്ലാത്ത ആളുകളോട് ആ രീതിയിലുള്ള ഒരു സമീപനം, ഒരു അയഞ്ഞ സമീപനം, ഇതൊന്നും ശരിയായ ഹിക്മത്തോടു കൂടിയ നിലപാടുകൾക്ക് യോജിച്ചതല്ല എന്നതാണ്. ചിലതിനെ മറയാക്കിക്കൊണ്ട് നമ്മൾ രക്ഷപ്പെടാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ
ഒരു സഹോദരി വന്നുകൊണ്ട് പരാതി പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് പരാതി പറയുന്നത് തൻ്റെ ഭർത്താവിനെ സംബന്ധിച്ചാണ്. കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ, അവരെ പരിഗണിക്കാതെ അയാൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പള്ളിയിൽ ഇരുന്നു കൊണ്ട് അയാൾ ഖുർആൻ പാരായണം ചെയ്യുകയും ദിക്ർ ദുആകളിലെല്ലാം ഏർപ്പെടുകയും ചെയ്യുന്നു. ഭാര്യ വന്ന് ഭർത്താവിനെ സംബന്ധിച്ചുള്ള പരാതിയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിനക്ക് അള്ളാഹുവിനോടൊരു ഹക്കുള്ളതുപോലെ നിനക്ക് നിന്നോട് തന്നെയും ഹക്കുണ്ട്, കുടുംബത്തോട് ഹക്കുണ്ട്, ബാധ്യതയുണ്ട്, ഭാര്യയോട് ഹക്കുണ്ട്. അങ്ങനെ ഓരോന്നും പ്രവാചകൻ എണ്ണിപ്പറയുകയാണ്. ഒന്നിനെ മറയാക്കിക്കൊണ്ട് ഒന്നിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുക സാധ്യമല്ല. പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെയാണ് ശീലിക്കുന്നത്. ഏതെങ്കിലും ഒരു സംഗതി ഉണ്ട് എങ്കിൽ അതിനെ മറയാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകാറുണ്ട്. പ്രതികരണങ്ങളിൽ പലപ്പോഴും താളം തെറ്റിപ്പോകാറുണ്ട്. നമ്മൾ ന്യായത്തിൻ്റെ പക്ഷത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്നൊരു നല്ല സമീപനം നമ്മൾ നിഷേധിക്കാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പള്ളിയിൽ കയറി വന്ന ഒരു അറാബിയായ മനുഷ്യൻ പള്ളിയുടെ ഒരു മൂലയിൽ ഇരുന്ന് മൂത്രമൊഴിച്ചു. പലപ്പോഴും നമ്മൾ കേട്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂല് നോക്കി നിൽക്കെ അദ്ദേഹം മൂത്രമൊഴിക്കുന്നതിന് നേരെ സ്വഹാബിമാർ ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലാ തുസിരിമൂഹു ദഊഹു ഫതറകൂഹു ഹത്താ ബാല. അവനെ നിങ്ങൾ വിട്ടേക്കുക, തടസ്സപ്പെടുത്താതിരിക്കുക, അവനെ ഉപേക്ഷിക്കാൻ മൂത്രമൊഴിച്ച് കഴിയട്ടെ എന്ന്. മൂത്രമൊഴിച്ച് തുടങ്ങിയ ഒരാളോട് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാനല്ല പ്രവാചകൻ പറയുന്നത്, തൻ്റെ അനുചരരെ പ്രവാചകൻ തടുക്കുകയാണ്, അയാളുടെ പണി കഴിയട്ടെ എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ ആ മനുഷ്യനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്ന ഹാദിഹിൽ മസാജിദ്, ഇതുപോലെയുള്ള പള്ളികൾ ലാ തുസ്ലിഹു ലിശൈഇൻ മിൻ ഹാദൽ ബൗൽ വലാ ഖദഫ്, ഇവിടെ മൂത്രമൊഴിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള മാലിന്യങ്ങൾ തള്ളാനോ പറ്റിയതല്ല. ഇന്നമാ ഹാദിഹി ലിദിക്രില്ല അസ്സ വജല്ല വസ്സലാത്തി വൽ ഖിറാഅത്തിൽ ഖുർആൻ, അള്ളാഹുവിനെ സ്മരിക്കാനും അവനെ ദിക്ർ ചൊല്ലാനും അതേപോലെ നമസ്കരിക്കാനും ഖുർആൻ പാരായണത്തിനുമൊക്കെ പറ്റിയതാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ആ മനുഷ്യനെ തിരുത്തുന്നുണ്ട്. അയാൾ ചെയ്തത് തെറ്റാണ് എന്നത് പ്രവാചകനും എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പ്രതികരണങ്ങളിൽ ഒന്ന് വ്യത്യാസം നോക്കുക. തൻ്റെ അനുചരിൽ നിന്നുണ്ടാകുന്ന പ്രകോപനപരമായ പ്രതികരണത്തെ പ്രവാചകൻ തടുക്കുകയും മാന്യമായ രീതിയിൽ എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ ഒരു പ്രശ്നത്തെ നേരിടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ മാതൃക കാണിക്കുകയാണ്. മറ്റൊരു സംഭവം ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്ന ഫത്തൻ ഷാബൻ അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യുവാവായൊരു ചെറുപ്പക്കാരൻ പ്രവാചകന്റെ അരികിലേക്ക് വരികയുണ്ടായി. ഫഖാല യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനോട് അയാൾ പറയാണ്, ഏതൻലി ബിസ്സിന, അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം തരണം. പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് ഇത്രയും ധൈര്യസമേതം സിനിമക്ക് പോകണമെന്നല്ല പറയുന്നത്, വ്യഭിചരിക്കാൻ അനുവാദം കിട്ടണമെന്നാണ് അയാളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ആളുകൾ ആക്രോശിച്ചു. പ്രവാചകന്റെ അരികിലുള്ള അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ആളുകൾ ഇരച്ചെത്തുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ അവരെ തടുത്തു. എന്നിട്ട് ഈ ആവശ്യവുമായി വന്ന മനുഷ്യനെ തൻ്റെ അരികിലിരുത്തിയ പ്രവാചകൻ എന്നിട്ട് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത്വഹിബ്ബുഹു ഉമ്മിക്ക, നിന്റെ ഉമ്മയുമായി മറ്റൊരാൾ വ്യഭിചരിക്കുന്നതിന് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ അയാൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, ഞാൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുകയില്ല. പിന്നീട് പ്രവാചകൻ ചോദിക്കുന്നത്, നിന്റെ സഹോദരിയുമായിട്ട് വേറൊരാൾ വ്യഭിചരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്റെ മകളുമായി ഒരാൾ വ്യഭിചരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനൊക്കെയും ഇല്ല ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, നീ വ്യഭിചരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ഒരാളുടെ ഭാര്യയോ അതല്ലെങ്കിൽ വേറൊരാളുടെ സഹോദരിയോ ഇനിയും വേറൊരാളുടെ ഉമ്മയോ വേറൊരാളുടെ മകളോ ആണ് എന്നുള്ളത്. ആ മനുഷ്യൻ തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ അടുത്തിരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഗഫിർ ദംബഹു വതഹിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു. അള്ളാഹുവേ, ഇവൻ്റെ പാപങ്ങൾ ഇവന് നീ പുറത്തു കൊടുക്കണമേ, ഇവൻ്റെ ഹൃദയത്തെ നീ
ശുദ്ധീകരിക്കണമേ, ഇവൻ്റെ ഗുഹ്യ അവയവങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ, നല്ല വൃത്തികളിലല്ലാതെ മോശമായ വൃത്തികളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ എന്നുള്ള 3 പ്രാർത്ഥനകൾ പ്രവാചകൻ നടത്തണം. ആ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, പ്രവാചകന്റെ അരികിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരം എന്ന് പറയുന്നത് വ്യഭിചാരമായിരുന്നു. പക്ഷേ പ്രവാചകന്റെ പ്രാർത്ഥനയും ഉപദേശവും കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന സംഗതി വ്യഭിചാരം എന്നുള്ള അശ്ലീലമായ അല്ലെങ്കിൽ ഹറാമായ നിഷിദ്ധമായ പ്രവർത്തനമാണ് എന്നുള്ളത്. പ്രവാചകന്റെ അനുചരന്മാരായ ആളുകൾ പ്രതികരിക്കുന്ന പ്രതികരണത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടായിക്കൊള്ളുന്നില്ല. അദ്ദേഹം അതിനെ ഭയപ്പെടുകയായിരിക്കും ചെയ്യുക. തക്കം കിട്ടുമ്പോഴും തരം കിട്ടുമ്പോഴും ഒക്കെ ആ ദുഷിച്ച വേലയിലേക്ക് അയാൾ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ റസൂൽ അദ്ദേഹത്തെ പരിഗണിക്കുകയും ചേർത്തിരുത്തുകയും അതിൻ്റെ ദുരന്തങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രായോഗിക സമീപനം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തരികയാണ്. ഒരു തിന്മയെ ഇല്ലായ്മ ചെയ്യൽ മാത്രമല്ല, തിന്മയെ നന്മയിലേക്ക് പരിവർത്തിപ്പിക്കുകയാണ്. അതിനെയാണ് ഹിക്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ പുതിയ കാലഘട്ടങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ തത്വദീക്ഷയോടുകൂടി ഗുണപരമായ പരിവർത്തനത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഖുർആനിലെ 41-ാമത്തെ അധ്യായം സൂറ ഫുസ്സിലത്തിലെ 34-ാമത്തെ വചനം, വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, അതുകൊണ്ട് ഏറ്റവും നല്ലതിനെ കൊണ്ട് നീ തിന്മയെ പ്രതികരിച്ചു കൊള്ളുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം, അപ്പോൾ നീയും ഏതൊരാളുമായും എത്ര ശത്രുതയുണ്ടായിരുന്നുവോ ആ മനുഷ്യൻ നിന്റെ ഉറ്റ ബന്ധുവും മിത്രവുമൊക്കെ ആയി മാറുന്നതാണ്. പ്രതികരണങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ ഹിക്മത്തോടു കൂടിയുള്ള നമ്മുടെ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റമാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു. താനും അനുചരന്മാരുമൊക്കെ മസ്ജിദുൽ ഹറാമിൽ പോയി ഉംറ നിർവഹിക്കുകയും ബലിയറുത്ത് തിരികെ പോരുന്നതുമായി പ്രവാചകൻ സ്വപ്നം കണ്ടു. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ തൻ്റെ സ്വപ്നം അനുയായികളെ അറിയിച്ചുകൊണ്ട് അവരോടൊത്ത് പ്രവാചകൻ ഉംറ നിർവഹിക്കാൻ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. എന്നാൽ ഹുദൈബിയ എന്ന സ്ഥലത്ത് വച്ച് പ്രവാചകനും അനുയായികളും തടയപ്പെട്ടു. അവർക്ക് ഉംറ നിർവഹിക്കാൻ കഴിഞ്ഞില്ല. തിരികെ പോരുന്നതിനിടയിൽ ഖുറൈശികളുമായി പ്രവാചകൻ കരാറിൽ ഏർപ്പെടേണ്ടി വന്നു. അതാണ് പ്രസിദ്ധമായ ഹുദൈബിയ സന്ധി. ഒരൊറ്റൊരാൾക്കും ആ സന്ധിയോടോ സന്ധി വ്യവസ്ഥയോടോ ഇഷ്ടമുണ്ടായിരുന്നില്ല, സ്വഹാബിമാരിൽ ഒരാൾക്ക് പോലും. ചിലരുടെ പ്രതികരണങ്ങൾ പ്രകോപനപരമായിരുന്നു. താങ്കൾ അള്ളാഹുവിൻ്റെ റസൂല് തന്നെയല്ലേ എന്നൊക്കെയും ചോദിച്ച പ്രതികരണങ്ങൾ നമുക്കവിടെ വായിച്ചെടുക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഖുർആൻ വചനങ്ങൾ ഇറങ്ങിയത് ആ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ചുകൊണ്ട് ഇറങ്ങിയ വചനമാണ് 48-ാമത്തെ അധ്യായം സൂറ ഫത്തഹിലെ ആദ്യ വചനങ്ങൾ. ഇന്നാ ഫത്തഹ്നാ ലക ഫത്തഹൻ മുബീന, ഇതാ നിനക്ക് വ്യക്തമായൊരു വിജയം, നീ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ തങ്ങൾക്ക് പരാജയമാണെന്ന് തോന്നുന്ന കരാറിൽ പോലും അള്ളാഹു അവൻ്റെ ഭാഗത്തുനിന്ന് രേഖപ്പെടുത്തുകയാണ്. ആ രീതിയിൽ പ്രതികരണങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പലപ്പോഴും നമുക്ക് പരാജയമാണ് എന്ന് തോന്നിയേക്കാവുന്ന കാര്യങ്ങളുണ്ടാകും. അതിൽ പോലും കൃത്യമായ ഹിക്മത്തോടു കൂടിയുള്ള പ്രതികരണങ്ങൾ അതിനെ ഏറ്റവും വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത്. ഇനി നമ്മുടെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. ആരെങ്കിലുമായിട്ടൊക്കെ വല്ല വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അത് പിന്നെ എങ്ങനെയാണ് പരിഹരിക്കുക? അത് പരിഹരിക്കലൊന്നുമില്ല. അതങ്ങനെ നീണ്ടുപോകുന്നൊരു രീതിയാണ് പലപ്പോഴും മുസ്ലിങ്ങൾക്കിടയിൽ പോലും കാണുന്നത്. അറിഞ്ഞ ആരും അതിനു വേണ്ടി മുൻകൈ എടുക്കാറില്ല. എന്തുകൊണ്ട്? അവിടെ പറഞ്ഞാൽ എന്തെങ്കിലും ന്യായം പറയേണ്ടി വരും. ന്യായം പറഞ്ഞാൽ ഒരാളെയെങ്കിലും നമ്മുടെ ശത്രുപക്ഷത്തേക്ക് ഉണ്ടാകേണ്ടി വരും. അതുകൊണ്ട് ആ പണിക്ക് ആരും നിൽക്കാറില്ല. എന്നാൽ ഇസ്ലാമികപരമായിട്ടുള്ള മര്യാദ എന്ന് പറയുന്നത് വിശ്വാസികൾ 2 വിഭാഗം ആളുകൾ തമ്മിൽ ഏതെങ്കിലും നിലയ്ക്ക് തെറ്റിപ്പിരിഞ്ഞാൽ അവർക്കിടയിൽ നീ മസ്ലഹത്തുണ്ടാക്കണം എന്നതാണ്. സുൽഹ് ഉണ്ടാക്കണം. അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. ആ പണി നമ്മൾ
ചെയ്യാൻ നമ്മൾ മിനക്കെടണം എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല പ്രശ്നങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിച്ചു പോവുകയാണ്. ജീവിതം ഒരു ദുരന്തമായി കൊണ്ടുപോവുകയാണ്. പരസ്പരം സംസാരമില്ലാത്ത ഭാര്യയും ഭർത്താവും അത്ഭുതപ്പെട്ടു പോകും അത്തരം കഥകൾ കേൾക്കുമ്പോൾ, സംഭവങ്ങൾ പറയുമ്പോൾ. വർഷങ്ങളായിട്ട് ഭാര്യയും ഭർത്താവും മിണ്ടാട്ടില്ല, ഒരേ വീട്ടിൽ കഴിയുന്നു, ഒരേ കട്ടിലിൽ കിടന്നുറങ്ങുന്നു, അതേപോലെ തന്നെ ഭക്ഷണം വച്ച് വിളമ്പുന്നു, ആഘോഷങ്ങളിലെല്ലാം പങ്കെടുക്കുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള കണക്ഷനുകളില്ല. പരിഹരിച്ചു പോകേണ്ടുന്ന പ്രശ്നങ്ങൾ. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ആരോഹണ അവരോഹണ ക്രമമാണ്. ഒരാൾ നല്ലപോലെ ഉയർന്നു നിൽക്കുമ്പോൾ വേറെ ആൾക്ക് കുറേ കുറവുകൾ ഉണ്ടാകും. ആ കുറവിന് ഏറ്റവും ഉയർന്ന മനുഷ്യൻ ആ കുറവ് പരിഹരിച്ചു കൊണ്ടുപോവുക എന്നതാണ്. അത് ഭാര്യയ്ക്കുണ്ടാകാം, ഭർത്താവിനുണ്ടാകാം. ഈ ആരോഹണ അവരോഹണ ക്രമങ്ങളിൽ പരസ്പരം ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകണമെന്നതാണ് ഇസ്ലാമിക സമീപനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുമായി അവിടുത്തെ മരുമകൻ വഴക്കിട്ട് മകളെയും വീട്ടിലാക്കിക്കൊണ്ട് തിരിച്ചു പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുമ്പോൾ പ്രവാചകൻ നമ്മുടെ മാതിരി കൈ തറുത്തു വച്ചിട്ട് അവൻ വരട്ടെ എന്ന് പറഞ്ഞ് ദാഷ്ട്യം പിടിച്ചിരിക്കല്ലായിരുന്നു. പ്രവാചകൻ മരുമകൻ പോയ വഴിയെ പിന്നാലെ പോവുകയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് അലി ഇബ്നു അബീ ത്വാലിബിന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രവാചകൻ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അവിടെ ഒരു ഈഗോയും പ്രവാചകന് തോന്നിയിട്ടില്ല. ചില പ്രശ്നങ്ങളൊക്കെ അകന്ന് തന്നെ നിൽക്കുന്നത് അവർ വന്ന് വിളിക്കട്ടെ എന്നാണ് പെണ്ണിൻ്റെ വീട്ടുകാർ തീരുമാനിക്കുന്നത്. ചെറുക്കൻ്റെ വീട്ടുകാരോ ഇവിടെ നല്ല പോയത്, തിരിച്ചു വന്നുകൊള്ളട്ടെ എന്നുള്ളതാണ്. അപ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആര് വിളിക്കും, ആര് കൊണ്ടുവരും എന്നുള്ള ഏറ്റവും ചെറിയൊരു പ്രശ്നമാണ്. ആ പ്രശ്നം പോലും പരിഹരിക്കാൻ പറ്റാത്തവരായി നമ്മൾ മാറുകയാണ്. നമ്മിലൊരു ഹിക്കുമത്തുമില്ല എന്നതാണ് പറഞ്ഞു വരുന്നത്. കുടുംബജീവിതം എന്ന് പറയുന്നത് പരാജയപ്പെട്ടു പോയാൽ അവിടെ പരാജയപ്പെടുന്നത് ഭാര്യ മാത്രമാവുകയില്ല, അതല്ലെങ്കിൽ ഭർത്താവ് മാത്രമാവുകയില്ല. ആ ജീവിതം പരാജയപ്പെട്ടു പോയാൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചായിരിക്കും പരാജയപ്പെടുക. വിജയിക്കുകയാണ് എങ്കിൽ ഭാര്യയോ ഭർത്താവോ മാത്രമല്ല വിജയിക്കുക, രണ്ടുപേരും ഒന്നായിട്ട് തന്നെയായിരിക്കും വിജയിക്കുക. ഈ ഒരു വിചാരം മനസ്സിലുണ്ട് എങ്കിൽ ഏത് തെറ്റിപ്പോകാവുന്ന സാഹചര്യങ്ങളെയും ഹിക്മത്തിലൂടെ നമുക്ക് നേർരേഖയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രശ്നങ്ങളുണ്ടായി തെറ്റി നിൽക്കുന്ന ആളുകളോട് നോക്കൂ, നിങ്ങൾ ആ മസ്ലഹത്തിന്റെ സമീപനത്തെപ്പറ്റി പറയുന്ന ഖുർആനിക വചനം 8-ാമത്തെ അധ്യായം സൂറ അൻഫാലിലെ 61-ാമത്തെ വചനം, വഇൻ ജനഹു ലിസ്സൽമി ഫജ്നഹ് ലഹാ. അവർ സമാധാനത്തിലേക്ക് ചായ്വുണ്ടാക്കിയാൽ, ശത്രുക്കളായി നിൽക്കുന്ന ആളുകൾ പോലുമാണ്, അവർ സമാധാനത്തിലേക്ക് ചായ്വ് കാണിക്കുകയാണ് എങ്കിൽ ഫജ്നഹ് ലഹാ, നീയും അവരിലേക്ക് സമാധാനപൂർവ്വം നീയും അണഞ്ഞുകൊള്ളുക, രണ്ടു കൂട്ടരും സമാധാനത്തിലേക്ക് എത്തുക. ഇനി അതേതെങ്കിലും നിലക്ക് നമ്മളെ പരാജയപ്പെടുത്താനുള്ള കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണോ? അങ്ങനെ ആയിക്കൂടായികയില്ലല്ലോ. തുടർന്ന് അള്ളാഹു എന്താ പറയുന്നത്? വതവക്കൽ അലല്ലാഹ്. വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഭാവി കാര്യങ്ങൾ, നിഗൂഢമായ വിഷയങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചു കൊള്ളുക. ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ആ രീതിയിൽ ഏതൊരു പ്രശ്നത്തോടും ഏറ്റവും നല്ല പ്രായോഗികമായ രീതിയിൽ ഹിക്മത്തോടുകൂടി പ്രതികരിക്കാൻ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. പൂർവ്വ പണ്ഡിതന്മാരായിട്ടുള്ള കഴിഞ്ഞുപോയിട്ടുള്ള സലഫുകളിൽപ്പെട്ട ആളുകൾ പറഞ്ഞൊരു സംഗതിയുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 3 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അവയുടെ ഏതെങ്കിലും ഒന്നിൻ്റെയും അഭാവത്തിൽ നന്മകൾ ഒരാളുടെ പക്ഷത്തു നിന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഒന്ന്, തഖ്വയുള്ളവരായിരിക്കുക എന്നതാണ്. ജീവിതത്തിൽ തഖ്വയില്ലാത്ത ഏത് പ്രവർത്തനമുണ്ടെങ്കിലും ആ പ്രവർത്തനം അല്ലാഹുവിങ്കൽ സ്വീകാര്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും തഖ്വയുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. രണ്ടാമത്തേത്, അവിവേകികളായ ആളുകളെ പ്രതിരോധിക്കാനുള്ള കഴിവാണ്. അവിവേകികളിൽ നിന്ന് സലാം പറഞ്ഞു പോകാൻ ഖുർആൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് ഏറ്റവും മാന്യമായ രീതിയിൽ പ്രതികരിക്കാൻ പറയുന്നുണ്ട്. ആ പ്രതികരണ ശേഷി കൃത്യമായി നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ നന്മകൾ അത്തരം ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിൽ ചോർന്നു പോകും.
മൂന്നാമത് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല ശീലങ്ങൾ, സ്വഭാവശീലങ്ങൾ സ്വായത്തമാക്കുക എന്നതാണ്. ഇസ്ലാമികമായി മഹാസിനുകൾ, നന്മകൾ, മര്യാദകൾ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുക എന്നതാണ്. ആ രീതിയിൽ ജീവിച്ചു മരിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്.